പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃത ശ്ലോകങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ നാമാമൃതം എന്ന ഭാഗമാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇത് ചെയ്യാൻ സാധിച്ചില്ല. അവിചാരിതമായി ചില പ്രശ്നങ്ങളുണ്ടായത് കാരണം അത് മുടങ്ങിപ്പോയി. എല്ലാവരും ക്ഷമിക്കുക. ഇന്ന് നമുക്ക് തുടർന്ന് കേൾക്കാം. ഇന്ന് 165 ശ്ലോകം മുതൽ 2 ശ്ലോകങ്ങൾ നോക്കാം. മേഘശ്യാമളമംഗവും മകുടവും പൂവും ചെവിത്തോടയും രാഗാചന്ദ്രനു നാണമാം വദനവും മാർമാലയും മുദ്രയും ആകും വണ്ണമനേകഭൂഷണയുതം നിന്മയി കുറിക്കൊണ്ടു ഞാൻ പോകുന്നേൻ ഭഗവൻ ജനാർദ്ദന ഭവൽക്കാരുണ്യപാധേയവാൻ. മേഘശ്യാമളമംഗവും, മേഘം പോലെ ശ്യാമള നിറമുള്ള ശരീരം ഭഗവാന്റെ, മകുടവും, അതുപോലെ തലയിൽ അണിഞ്ഞിരിക്കുന്ന കിരീടം. ഇതിൽ ഭഗവാന്റെ കേശാദിപാദം അലങ്കാര വർണ്ണനയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ശിരസിലണിഞ്ഞ കിരീടം, പൂവ് എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന പൂപോലെയുള്ള കയ്യിൽ പിടിച്ചിരിക്കുന്ന പൂവ്, കരപത്മത്തിൽ പിടിച്ചിരിക്കുന്ന പങ്കജം എന്നാണ്. ചെവിത്തോട, കാതുകളിലെ കുണ്ടലങ്ങൾ. രാഗാചന്ദ്രനു നാണമാം വദനവും, രാഗ എന്ന് പറഞ്ഞാൽ വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി ആണ് രാഗാചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പൗർണമി ചന്ദ്രനെ നാണിപ്പിക്കുന്ന വിധത്തിലുള്ള വദനം, മുഖം. അതുപോലെ മാറിലണിഞ്ഞിരിക്കുന്ന മാലകൾ, കൗസ്തുഭമണി. മുദ്രയും, മുദ്ര എന്ന് പറഞ്ഞാൽ ശ്രീവത്സം, മാറത്ത് ശ്രീവത്സം എന്ന മറുക്. അതെങ്ങനെ ഉണ്ടായതെന്നറിയില്ലേ? ഭൃഗു മഹർഷി ത്രിമൂർത്തികളുടെ ക്ഷമ പരീക്ഷിക്കാനായിട്ട് ഒരിക്കൽ പോയി. ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി, അതുപോലെ പരമശിവൻ്റെ അടുത്ത് പോയി. അവർക്കൊന്നും ക്ഷമയില്ല എന്ന് മനസ്സിലായി വന്നു ശ്രീ ഭഗവാന്റെ അടുത്ത് വന്നു വൈകുണ്ഠത്തിൽ. അവിടെ പോയിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അനന്തൻ്റെ മുകളിൽ. വേഗം ചെന്നൊരൊറ്റ ചവിട്ട് മാറത്ത്. അപ്പോൾ ഭഗവാൻ വേഗം എണീറ്റ്, കാല് വേദനിച്ചോ എന്നാണ് ചോദിച്ചത്. ആ പാദത്തിൻ്റെ മുദ്ര ഭഗവാൻ ശിരസിൽ അണിയുകയും ചെയ്തു. ആ മുദ്രയാണ് ശ്രീവത്സം എന്ന പേരിൽ ഭഗവാന്റെ മാറത്ത് ഭഗവാൻ അണിഞ്ഞിരിക്കുന്നത്. അത്രയും ക്ഷമയാണ് ഭഗവാന് എന്നാണ് ചുരുക്കം. അതുപോലെ അനേകഭൂഷണയുതം, ഈ പറഞ്ഞതൊന്നും അല്ലാതെ വേറെയും അനേകം ഭൂഷണങ്ങളുണ്ട് ഭഗവാന്. എന്തൊക്കെയാണ്? സുദർശന ചക്രമുണ്ട്, അതുപോലെ പാഞ്ചജന്യം എന്ന ശംഖ്, കൗമോദകി എന്ന് പറഞ്ഞ ഗദ, നന്ദകി എന്ന് പറഞ്ഞ വാള്, അതുപോലെ അങ്കദ, വള, തള, നൂപുരം, കാഞ്ചി. എന്തെല്ലാം ആഭരണങ്ങളാണല്ലേ! ഈ അലങ്കാരങ്ങളെല്ലാം ആകും വണ്ണം നിന്മയി കുറിക്കൊണ്ട്, എനിക്ക് ആവുന്ന പോലെ അവിടുത്തെ ഈ രൂപം ഞാൻ മനസ്സിലങ്ങനെ സ്മരിച്ചുകൊണ്ട് ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ മോക്ഷദായകൻ. ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ ദൈത്യന്മാരെ അർദ്ദനം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ദൈത്യന്മാർക്ക് പീഡനം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ജനത്തെ അല്ലെങ്കിൽ ജന്മം ഇല്ലാതെയാക്കുന്നവൻ, മോക്ഷദായകൻ, ജനങ്ങളാൽ യാചിക്കപ്പെടുന്നവൻ. ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ജനാർദ്ദനൻ എന്നുള്ള ആ ഒരു പേരിന്. ഭവൽക്കാരുണ്യപാധേയവാൻ, അവിടുത്തെ കാരുണ്യമായ പാധേയം എന്ന് പറഞ്ഞാൽ പൊതിച്ചോറ്. നമ്മൾ യാത്രക്കിടയിൽ കരുതുന്ന വിശക്കുമ്പോൾ കഴിക്കാനുള്ള ചോറ്, പൊതിച്ചോറ്, അതാണ് പാധേയം. അപ്പോൾ ഈ ജീവിതയാത്ര നടത്തുമ്പോൾ ഈ ഭഗവാന്റെ കാരുണ്യം മാത്രമാണ് ഏക അവലംബം എന്നാണ് പൂന്താനം പറയണത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ആ സർവാംഗഭൂഷണം
അലങ്കൃതം ആയിട്ടുള്ള ആ രൂപം ആവുന്നിടത്തോളം മനസ്സിൽ അങ്ങനെ കരുതിക്കൊണ്ട്, അതാണ് നമ്മുടെ പാഥേയം. മനസ്സിന് അങ്ങനെ കാലം കഴിച്ചോളാം എന്നാണ് പൂന്താനം പറയണത്. ആ ഭഗവാന്റെ ആ സർവാംഗഭൂഷണം ആയിട്ടുള്ള ആ രൂപം മനസ്സിൽ കരുതിക്കൊണ്ട്, അത് പാഥേയമായി കരുതിക്കൊണ്ട് ഈ ജീവിതയാത്ര അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം. അടുത്ത ശ്ലോകം. ശ്രീപാദം വാഴുക വാമാലയ നിലയ ഭവൽ ശ്രീപദാംഭോരുഹത്തെ ശ്രീനാമം കൊണ്ടു നിത്യം നിരവധി പരമാനന്ദമൂർത്തേ നിഷേവേ ശ്രീമൂർത്തിം കണ്ടു കണ്ടാത്മനി സതതമുറപ്പിച്ചു ദേഹം ത്യജിച്ചിട്ടീ മൂർത്തിക്കൈക്യമേകീടുക ഗുരുകരുണാവാരിധേ വാരിജാക്ഷ. വാമാലയ നിലയ എന്ന് പറഞ്ഞാൽ ഇടത്തുപുറത്തപ്പൻ. ശ്രീപാദം വാഴുക, അവിടുത്തെ തൃപ്പാദം വിജയിക്കട്ടെ, ഭഗവാന്റെ പാദം ജയിക്കട്ടെ എന്നാണ്. ഭവൽ ശ്രീപാദാംഭോരുഹത്തെ, ആ തൃപ്പാദ പത്മത്തെ നിത്യവും എന്നും ശ്രീനാമം കൊണ്ട് ഭഗവാനെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനങ്ങൾ കൊണ്ട് അവധിയില്ലാതെ സേവിക്കുകയാണ് ഭഗവാനെ എന്നാണ്. ആ ഭഗവാന്റെ കീർത്തനങ്ങളെ കൊണ്ട് ഭഗവാന്റെ പാദത്തെ സേവിക്കുന്നു എന്ന് അർത്ഥം. ശ്രീമൂർത്തിയും കണ്ട് അവിടുത്തെ തിരുവുടലിനെ, അതപ്പോൾ മുമ്പേ പറഞ്ഞു, ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാന്റെ ആ ആഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ടുള്ള, ഓരോ അംഗങ്ങളിൽ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങളെ പറ്റി പറഞ്ഞു. അങ്ങനെയുള്ള ഭഗവാന്റെ ആ രൂപം ആത്മനി സതതം ഉറപ്പിച്ചിട്ട്, മനസ്സിൽ അങ്ങനെ സ്ഥിരമായിട്ട്, അങ്ങനെ ദൃഢമായിട്ട് ഉറപ്പിച്ചിട്ട് ഈ ദേഹം ത്യജിച്ചിട്ട്, ഈ ഭൗതിക ശരീരം വിട്ട് ഈ മൂർത്തിക്ക് ഏകിയിടുക എന്ന്. എനിക്ക് ഈ മൂർത്തി എന്ന് പറഞ്ഞാൽ ഈ എഴുതുന്ന ആൾ, അതായത് പൂന്താനത്തിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ മൂർത്തിക്ക് ഐക്യമേകിയിടുക അപാരകാരുണ്യ സിന്ധു എന്ന് പറഞ്ഞു എന്നാണ്. കാരുണ്യത്തിൻ്റെ കരകാണാക്കടലായ താമരക്കണ്ണ എന്നാണ്. ഈ മൂർത്തിക്ക് ഐക്യമേകിയിടുക, അടിയന് അവിടുത്തോട് സായുജ്യം തന്ന് അനുഗ്രഹിക്കണേ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇനി 3 ശ്ലോകങ്ങളും കൂടി ഈ നാമാമൃതത്തിൽ ഉള്ളൂ. അത് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.